പരിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർക്കുന്ന വൈദികരുടെ സ്നേഹാനുഭവങ്ങൾ. ഇത് CST സഭാംഗമായ ഫാദർ ജോസഫ് മുണ്ടോലിക്കൽ. വൈദിക ജീവിതത്തിന്റെ 50 വർഷക്കാലം ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തണലിലെ ജീവിതാനുഭവങ്ങൾ ജോസഫ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാൻ ഫാദർ ജോസഫ് മുണ്ടോലിക്കൽ CST. ഇപ്പോൾ ഞാൻ 50 വർഷം എൻ്റെ പൗരോഹിത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എൻ്റെ നാട് കോതമംഗലം രൂപതയിൽ പണ്ടമറ്റ ഇടവയിലാണ്. സെമിനാരി ചേരുന്നതും സ്കൂൾ പഠനം പൂർത്തിയാക്കിയതെല്ലാം ആ ഇടവയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ഓർഡിനേഷന് ശേഷം എൻ്റെ സഹോദരങ്ങളും എല്ലാം തലശ്ശേരി രൂപതയിൽ പുറവയിൽ ഇടവയിലേക്ക് മാറി. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പഠനകാലങ്ങൾ തൊട്ട് തന്നെ എനിക്ക് അച്ഛനാകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു വൈദികനാണെന്നുള്ള ചിന്ത എന്നിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ആരും പറഞ്ഞു തന്നതല്ല. എന്നെ പഠിപ്പിച്ചിരുന്നത് എൻ്റെ വികാരിയച്ഛൻ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. SABSയിലെ സിസ്റ്റേഴ്സും FCCയിലെ സിസ്റ്റേഴ്സുമാണ് സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അവരുടെ ജീവിത മാതൃകയും അവരുടെ പ്രാർത്ഥനാ ജീവിതങ്ങളും എല്ലാം ഒരു വൈദികനാകാൻ പോകാനായിട്ടുള്ള അതിയായ ആഗ്രഹം എന്നിൽ കൊണ്ടുവന്നു. ആ അവസരത്തിൽ വേറെ ആരും പറഞ്ഞു തന്നില്ലെങ്കിലും എൻ്റേതായൊരു പ്രാർത്ഥന ഞാൻ നടത്തിയിരുന്നു. അത് വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിരുന്നു. എൻ്റെ ദൈവമേ, എന്നെ ഒരു നല്ല വൈദികനാക്കണമേ. ഇതാണ് ഞാൻ ചെയ്തിരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയില്ല എങ്കിൽ അന്ന് എനിക്ക് ഉറക്കം വരികയില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത്? അപ്പോൾ ഞാൻ ഓർക്കും, പ്രാർത്ഥന നടത്തിയില്ല. ഉടനെ ആ പ്രാർത്ഥന മനസ്സുകൊണ്ട് ചൊല്ലിയാൽ അധികം താമസിയാതെ ഉറങ്ങുകയും ചെയ്തിരുന്നു. ശേഷം എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ ചേരുവാനുള്ള ആഗ്രഹം വളർന്നു വന്നു. പക്ഷേ ഏത് സെമിനാരിയിൽ പോകണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. ഒരു സെമിനാരിയെക്കുറിച്ചും പ്രത്യേകിച്ച് എനിക്ക് അറിവില്ല. പല സെമിനാരികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഒന്നിനെക്കുറിച്ചും ഒരു പ്രത്യേക അറിവോ പഠനമോ എനിക്കില്ല. അപ്പോഴാണ് എൻ്റെ കൂടെ ഒന്നിച്ച് കുർബാനയ്ക്ക് കൂടിയിരുന്ന എൻ്റെ മൂത്ത ഒരു ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ സ്വന്തമല്ല, അദ്ദേഹം സെമിനാരിയിൽ നിന്ന് അവധിക്കാലത്ത് വരികയും CST സഭയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. അദ്ദേഹം എന്നെ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സഭയുടെ ജീവിതത്തെക്കുറിച്ചും കുറച്ചെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഈ സെമിനാരിയിൽ ചേരുവാനുള്ള CST സഭയിൽ ചേരുവാനുള്ള ആഗ്രഹവും തീരുമാനവും ഞാൻ എടുത്തു. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഒരു നല്ല വൈദികനായി എന്നെ തീർക്കണമെന്നാണ്. എന്നാൽ ഓർഡിനേഷന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവ് എനിക്ക് നിലനിൽപ്പിൻ്റെ വരം തരണമേ എന്ന് ഞാൻ ആ പ്രാർത്ഥന മാറ്റിയെടുത്തു. അതിൻ്റെ ഫലമാണ് ഈ 50 വർഷം ഈ അൾത്താരയിൽ ശുശ്രൂഷയുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകിയത്. വിശുദ്ധ കുർബാന അർപ്പിക്കുക ഒരു ഹരമായി എനിക്ക് അനുഭവപ്പെട്ടു. കർത്താവ് അർപ്പിച്ച ബലി അതേ ചൈതന്യം തന്നെ അർപ്പിക്കുവാനുള്ള ആ ഒരു ആഗ്രഹവും പരിശ്രമവും എൻ്റെ ഭാഗത്തുണ്ടായി. മാനുഷികമായ കുറവുകളുള്ളപ്പോഴും പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ബലി അർപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. ദൈവം അതിനുള്ള കൃപ എനിക്ക് നൽകുകയും ചെയ്തു. ഞാൻ അന്നു മുതൽ തുടങ്ങിയ ഒരു ഭക്താഭ്യാസമാണ് 2 മണിക്കൂർ സമയം ദിവ്യകാരുണ്യ ആരാധന എല്ലാ ദിവസവും നടത്തുക. അത് ഒറ്റ സ്ട്രെച്ചിലല്ല, ചിലപ്പോൾ പല തവണയായിട്ട് 2 മണിക്കൂർ ഞാൻ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് കൂടുതൽ സമയം പ്രഭാതത്തിൽ ആരാധന നടത്തുവാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 4 മണി മുതൽ പള്ളിയിലേക്ക് എത്തി കുർബാനയ്ക്ക് മുമ്പായിട്ട് ആരാധന നടത്തും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നുണ്ട്. പരസ്യമായിട്ടുള്ള ആരാധനയല്ല, രഹസ്യത്തിലുള്ള കുർബാന എഴുന്നള്ളിച്ച് വെച്ച് രഹസ്യത്തിലുള്ള ആരാധന എല്ലാ ദിവസവും ഉണ്ട്. ആ ആരാധന സമയത്താണ് കൂടുതൽ പ്രാർത്ഥിക്കുവാനും എല്ലാ വെള്ള സൗകര്യം എനിക്ക് കിട്ടുന്നത്. മറ്റുള്ളവർക്ക് കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ഞാൻ വിശുദ്ധനായിരിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് കർത്താവിന് മുമ്പിൽ ആ ബോധ്യം കിട്ടുന്നതിന് വേണ്ടി
ആ പരിശുദ്ധി നിലനിൽക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനാ സമയത്ത് തന്നെ ഞാൻ ഒത്തിരി പേർക്ക് കുമ്പസാരം എന്ന കുദാശ പരികർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരം ഞാൻ എടുക്കുക. കുദാശകൾ പരികർമ്മിച്ചുള്ള ആത്മീയമായ ഒരു ഉണർവും ശക്തിയും ഈ ആരാധനയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബലി അർപ്പിക്കുവാനും കുദാശകൾ പരികർമ്മം ചെയ്യുവാനും എല്ലാം കൃപ എനിക്ക് ഈ ആരാധനയിൽ നിന്ന് ലഭിക്കുന്നു. ആ ശക്തിയാണ് 50 വർഷം യാതൊരു മുടക്കവും കൂടാതെ കുദാശകൾ പരികർമ്മം ചെയ്യുവാനും ബലി അർപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. ഒരു കുദാശ പരികർമ്മത്തിനുള്ള അവസരം ഞാൻ ഏറ്റെങ്കിൽ ഇന്ന് വരെ ഈ 50 വർഷം ഒരു സ്ഥലത്ത് പോലും ഞാൻ താമസിച്ചെത്തിയിട്ടില്ല. എല്ലാം അതിന് മുൻപായിട്ട് 5 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ ആ സ്ഥലത്തെത്തുകയും കുദാശകൾ പരികർമ്മം ചെയ്യുകയും തിരുക്കർമ്മ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഈ ആരാധന എനിക്ക് കിട്ടുന്ന ആ ചൈതന്യമാണ്, ആ ഉണർവാണ് ഈ ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അപ്പോൾ കർത്താവിൻ്റെ കൂടി എപ്പോഴും നടക്കുക എന്നുള്ള ആ വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. ഏതൊരു കുദാശയ്ക്കും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഏത് സമയത്തും ആളുകൾ എൻ്റെ സമയത്ത് വന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് അനുരഞ്ജനം എന്ന കുദാശ പരികർമ്മം ചെയ്യുന്ന കൊടുക്കുന്നതിൽ ഞാൻ സന്തോഷവാനായിരുന്നു. അതനുസരിച്ച് ആളുകൾ എന്നെ അന്വേഷിച്ചു വരുമായിരുന്നു. എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സക്രാരിയിൽ ഇരിക്കുന്ന ഈശോ, കുദാശയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ എന്നിലൂടെ ഈ സഹോദരിലേക്ക് എൻ്റെ നാവിലൂടെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. അവരുടെ ജീവിതാവസ്ഥയെ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധിയുടെ അരൂപിയിലേക്ക്, മാനസാന്തരൻ്റെ ചൈതന്യത്തിലേക്ക്, ഹൃദയത്തിൻ്റെ അന്തരത്തിലേക്ക്, ജീവിതത്തിൻ്റെ അന്തരത്തിലേക്ക് അവരെ വളർത്തുന്നു എന്നെനിക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ പാപാവസ്ഥയിൽ വരുന്ന ഒരു സഹോദരൻ എൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധനാണ് ഇപ്പോൾ എൻ്റെ സമീപത്ത് മുട്ടുകുത്തിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ പാപിയായി വരുന്നവൻ എന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ച് അവനെ ഒരു വിശുദ്ധനാക്കി മാറ്റി. ആ വിശുദ്ധനെയാണ് ഓരോ കുംസാരത്തിലും എൻ്റെ സമീപത്ത് കാണുവാനായിട്ട് കഴിഞ്ഞത്. ആ കാഴ്ചപ്പാട് എന്നെയും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള പ്രേരണ ഉൾക്കാഴ്ചയിലേക്ക് നൽകി. അങ്ങനെ കുംഭസാരം എന്ന കുദാശ മുടക്കം കൂടാതെ സ്വീകരിക്കുവാനും പശ്ചാത്താപത്തിൻ്റെ അരൂപിയിൽ നിലനിൽക്കുവാനും നന്മയിൽ വളരുവാനും പ്രായശ്ചിത്തത്തിൻ്റെ പരിഹാരത്തിൻ്റെ അരുവിയിൽ ജീവിതത്തെ കാഴ്ചവെക്കുവാനും അങ്ങനെ കർത്താവ് അർപ്പിച്ച ബലിയുടെ ചൈതന്യം മുഴുവൻ ആ കുദാശയുടെ സ്വീകരിച്ചെടുക്കാൻ എനിക്കും കിട്ടുകയും ചെയ്തു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഞാൻ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഭക്തിയിലും അതോടൊപ്പം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയിലും മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും വളരുവാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. എൻ്റെ അധികാരികൾ എന്നെ ഒരു പള്ളിയിലെ വികാരിയായിട്ടും ആ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫായിട്ട് നിയമിച്ചു. എന്നെ അപ്പോയിൻ്റ് ചെയ്തത് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നമ്മുടെ ആളുകൾക്ക് കുദാശകൾ പരികർമ്മം ചെയ്യുന്നതിനും അവിടെ കുർബാന ചെല്ലുന്നതിനും വേണ്ടി എന്നെ നിയമിച്ചു. അവിടെ വെച്ച് ഒരു കുട്ടിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ദിവ്യകാരുണ്യത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും മരണത്തിനൊരുക്കമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടെല്ലാം എന്നെ പ്രേരിപ്പിച്ചത്. ആ കുട്ടി
PDCക്ക് പഠിക്കുന്ന സമയമാണ്. ഓണപ്പരീക്ഷയുടെ സമയമായപ്പോഴാണ് അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള രോഗം ബാധിച്ചത്. ആ ചികിത്സയ്ക്കായിട്ട് അവൾ ആശുപത്രിയിൽ വന്നു. അന്ന് ഞാനാണ് അവിടെ കുർബാന ചൊല്ലുന്നത്. ആ ദിവസങ്ങളിൽ അവൾ കുർബാനയ്ക്ക് സജീവമായിട്ട് പങ്കെടുക്കുവാനും കുർബാന സ്വീകരിക്കുവാനുള്ള താല്പര്യം എന്നോട് പറഞ്ഞു. കുർബാന സ്വീകരിക്കുന്നത് അവൾക്ക് വലിയ ആനന്ദപ്രദമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് കുർബാനയ്ക്ക് മുമ്പായിട്ട് അവൾ എന്നോട് പറയും, എനിക്ക് കുർബാന തരുമ്പോൾ ചെറിയ ഓസ്തി പോരാ, അച്ഛൻ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വലിയ ഓസ്തിയുടെ ഒരു ഭാഗം എനിക്ക് കുർബാന തരണം. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുർബാന ചൊല്ലുകയും കുർബാനയുടെ ഉപയോഗിച്ച ആ തിരുവോസ്തിയുടെ ഒരു ഭാഗം അവൾ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. വളരെ ഭക്തിയോടുകൂടി വിശ്വസ്തമായിട്ട് അവൾ ആ കുർബാന സ്വീകരിക്കുക ഒരു വിശുദ്ധയാണ് ആ കുർബാന സ്വീകരിച്ചതെന്ന് ഒരു ഉൾക്കാഴ്ച എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അവളുടെ ആ ഭക്തിയും ആ തീക്ഷ്ണതയെല്ലാം വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ എനിക്ക് അവസരമായി കിട്ടി. അങ്ങനെ അവിടെ മറ്റു രോഗികൾക്ക് കുർബാന കൊണ്ടു കൊടുക്കാനുള്ള അവസരം അവിടെയുണ്ട്. മറ്റുള്ളവർക്ക് കുർബാന കൊടുത്തതിന് ശേഷം അവളുടെ മുറിയിൽ ഞാൻ ചെല്ലും. അവളുടെ അമ്മയാണ് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്. കുറച്ച് സമയം ഞങ്ങൾ പൊതുവായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവൾ അമ്മയോട് പറയും, അമ്മ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ആ അമ്മ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ അതിനുശേഷം അവൾ എന്നോട് പറയും, രഹസ്യം പറയുവാനുള്ള രീതിയിൽ അച്ഛൻ കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്തിരിക്കും. അതനുസരിച്ച് ഞാൻ എൻ്റെ ചെവിയിൽ പറയത്തക്ക വിധത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് ഇരിക്കും. ആ സമയത്ത് അവൾ എന്നോട് വളരെ സ്ഫുടമായ ഭാഷയിൽ വ്യക്തമായിട്ട് കേൾക്കത്തക്ക വിധത്തിൽ എന്നോട് പറയും, അച്ഛാ, ഞാൻ കഴിഞ്ഞ ആഴ്ചയേക്കാൾ അല്പം കൂടി മരിച്ചു. ഇതുപോലെ മരിച്ച് ഒരു ദിവസം പൂർണ്ണമായിട്ട് ഞാൻ മരിക്കും. അന്ന് ഞാൻ സ്വർഗത്തിൽ പോകും. അവിടെ എത്തിക്കഴിയുമ്പോൾ അച്ഛനു വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇതെനിക്കൊരു വലിയ അനുഭവമായി മാറി. മരണത്തെ എത്ര സന്തോഷമായിട്ട് ആനന്ദപ്രദമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ആ അനുഭവമാണ് മരണത്തെക്കുറിച്ച് ഓർക്കുവാനും മരണത്തിന് വേണ്ടി ഒരുങ്ങുവാനുമുള്ള ഒരു വലിയ തീക്ഷ്ണത എനിക്കും ലഭിച്ചത്. അന്നു മുതൽ, അവളുടെ അനുഭവം എനിക്ക് നൽകിയ അന്നു മുതൽ എല്ലാ ദിവസവും എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഓർക്കും. ആ മരണത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം സഭയിൽ മരിച്ചവർ, എൻ്റെ കുടുംബത്തിൽ മരിച്ചവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരമായി ഞാൻ അതിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ആ കുഞ്ഞുകുട്ടിയുടെ വലിയ മാതൃക വലിയൊരു മിഷൻ പ്രവർത്തനമായിരുന്നു. വൈദികനായ എന്നെ വലിയൊരു ദൗത്യത്തിലേക്ക്, വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തിച്ചത് ഈശോ ആ കുട്ടിയിലൂടെയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു ദിവസം പോലും ആ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും മരണത്തെ ഓർക്കുകയും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വരികയാണ് അന്നു മുതൽ. അവളെ എല്ലാ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്. അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞത് എനിക്ക് അച്ഛന് വേണ്ടി എന്ന് പറയുമ്പോൾ അത് വൈദികർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. കൊച്ചുർശ പുണ്യവതിയുടെ അതേ മാതൃകയിൽ അവൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ഉറപ്പാണ് അവൾ ഞങ്ങൾക്ക് നൽകിയത്. അവളുടെ ആ നല്ല പ്രാർത്ഥന ഇന്ന് എല്ലാ വൈദികർക്കും കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസമാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങാനായിട്ട്, അതിനെ സന്തോഷമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുന്നത്. ആ അനുഭവത്തിന് ശേഷം എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ ബലി ചൊല്ലുമ്പോൾ മരണത്തിനൊരുക്കമായ പ്രാർത്ഥന കൂടി പ്രൈവറ്റായിട്ട് ചൊല്ലാറുണ്ട്. അത് വലിയൊരു ആശ്വാസവും ആനന്ദവും എനിക്ക് നൽകുന്നു. നല്ല മരണമെന്ന് നമ്മൾ പറയുമ്പോൾ കുദാശകൾ സ്വീകരിച്ച് തിരുപ്പാതയം സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് ആകുമ്പോഴാണ് ആ മരണം നല്ല മരണമായി തീരുന്നത്. ആ ഭാഗ്യം ലഭിക്കണമേ എന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. കുദാശകൾ സ്വീകരിക്കുവാനും ഈശോ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടും തിരുപ്പാതയും സ്വീകരിച്ചും മരണത്തിൽ എന്നെ എത്തിക്കണമെന്ന് അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും. അതിനുള്ള പ്രേരണയെല്ലാം എനിക്ക് ലഭിച്ചത് ആ കുട്ടിയുടെ ആ നല്ല ജീവിതവും അവളുടെ മരണത്തെക്കുറിച്ചുള്ള ആ ഓർമ്മയും
അവൾ മരണത്തെ സ്വീകരിച്ച അനുഭവം എല്ലാം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. എൻ്റെ പാസ്റ്റർ ലൈഫ് കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് എൻ്റെ അധികാരി നൽകിയ വലിയൊരു അനുഭവമാണ് അട്ടപ്പാടിയിൽ എന്നെ ഒരു വികാരിയായി നിയമിച്ചു എന്നുള്ളത്. ഏതാണ്ട് 7.5 വർഷത്തോളം ഞാൻ ആ പള്ളികളിൽ വികാരിയായിട്ട് അവിടെ സേവനം ചെയ്തു. അവിടെ ആദിവാസികളുടെ ഒരു സമൂഹം നല്ലതുപോലെ അവിടെ ഉണ്ട്. അവർ പോലും നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കുവാനും പല ആവശ്യങ്ങൾക്ക് വരികയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർക്കുന്ന ഇതാണ്. ആദിവാസിയായ ഒരമ്മ ഒരിക്കൽ തൻ്റെ കുട്ടിയെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്ക്, എൻ്റെ ഈ കുട്ടിക്ക് എളുപ്പ് മാറിക്കിട്ടണം. അപ്പോൾ ഞാനപ്പോൾ കുറേ നേരം അമ്മയായി സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഈശോ ശിശുക്കളെ കൈകളിലെടുത്ത് ആശീർവദിച്ച ആ ഭാഗമാണ്. ശേഷം ഞാൻ ആ കുട്ടിയെ പ്രാർത്ഥിച്ച് വിടുകയും അവർക്ക് വേണ്ടി ചാപ്പലിൽ പോയിരുന്നു കൊണ്ട് കുറച്ച് സമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ അമ്മ തിരിച്ചു വന്ന് അവരുടെ കുട്ടി സുഖം പ്രാപിച്ചിരിക്കുന്നു എന്നെന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ വൈദികരിലുള്ള അവരുടെ വിശ്വാസമാണ് ആ അമ്മയിലൂടെ അവിടെ വെളിപ്പെടുത്തിയത്. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ആ അമ്മ പറഞ്ഞത്, നിൻ്റെ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന്. അപ്പോൾ അവരിലുള്ള വിശ്വാസം, വൈദികനുള്ള വിശ്വാസം ഏറ്റവും വലുതാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട്. അതിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു ആ അമ്മയിലൂടെ അന്ന് വന്നത്. ഇതുപോലെ പലരും വരികയും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. ആ സമയത്തെല്ലാം അതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരുന്നത്, അവരുടെ നിയോഗങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ആ സ്ഥിരസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഞാനൊരു മധ്യസ്ഥനായി മാറിയത്. മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വേദനകളും ദുഃഖങ്ങളും ദൈവത്തിലേക്കും, ദൈവത്തിൽ നിന്ന് ആശ്വാസവും സമാധാനവും മനുഷ്യരിലേക്കും എത്തിക്കുന്നവനാണ് മധ്യസ്ഥൻ. ആ വലിയ മധ്യസ്ഥ ശക്തിയുടെ അനുഭവം എനിക്ക് കിട്ടിയത് ഈ അട്ടപ്പാടിയിൽ, ഈ ആദിവാസികളുടെ ഇടയിൽ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള അവസരം കിട്ടിയപ്പോഴാണ്. വളരെ സ്നേഹത്തിൻ്റെയും അനുഭവം അവർ വഴി എനിക്ക് കിട്ടുകയുണ്ടായി. അട്ടപ്പാടിയിൽ ജോലി ചെയ്ത സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അത് ഇടപെടുന്നു എന്ന് കാണിച്ചു തന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഇടവയിൽപ്പെട്ട ഒരു കുട്ടി, അവൻ വീട്ടിൽ നിന്ന് ഒളിച്ചു മാറി ദൂരെ ഒരു സ്ഥലത്ത് പോയി ജോലി അന്വേഷിച്ചു. ആ മുതലാളി അവന് കൊടുത്ത ജോലി തൻ്റെ പശുക്കളെ മേയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനിങ്ങനെ വീട് വിട്ട് പോയിരിക്കുകയാണ്, എവിടെ പോയെന്നൊരു അറിവുമില്ല, കൊച്ചുകുട്ടിയാണ്, തന്നെ ഒന്നും നേടിയെടുക്കാൻ മാത്രം ആയിട്ടില്ല, എന്ത് ചെയ്യുക എന്നുള്ള വിഷമത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ആയിരിക്കുകയാണ്. ഇങ്ങനെ അപ്പൻ ദുഃഖം പങ്കുവച്ചു. ആ ദുഃഖത്തിൽ കേട്ടുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങി. ഒരു ദിവസം ഒരു യാത്രയുടെ സമയത്ത് ഞാനൊരു ബസ്സിൽ കയറിയ സമയത്ത് ആ ബസ് കുറച്ച് ദൂരേക്ക് പോകേണ്ടത് എനിക്കുണ്ട്. ബസ്സിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ അവനെ മനസ്സിൽ ഓർക്കുകയും കർത്താവിന് അവനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവനിൽ മാറ്റമുണ്ടായി. പെട്ടെന്ന് അവനുണ്ടായ ചിന്ത പശുക്കളെ മേയ്ക്കുക എന്നുള്ളതല്ല,
തൻ്റെ അമ്മയെ കാണുന്നുള്ള ഒരൊറ്റ ചിന്ത അവനിലേക്ക് വന്നു. അങ്ങനെ ആ ചിന്ത നല്ലപോലെ അങ്ങോട്ട് ആകുകയും അവൻ തിരിച്ചു വീട്ടിലേക്ക് പോരാനായിട്ട് ഒരുങ്ങുകയും ചെയ്തു. പശുക്കളെയെല്ലാം തൊഴുത്തിൽ കൊണ്ടാക്കിയതിന് ശേഷം അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ അവനെയും കൂട്ടി എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പോയി ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു വലിയ വീട്ടിൽ കയറി. ഞാൻ എന്തെങ്കിലും പണി തരുമോ അവൻ ചോദിച്ചപ്പോൾ അവർ പശുക്കളെ മേയ്ക്കാൻ എന്നെ പറഞ്ഞു. ഞാൻ പശുക്കളെയും കൊണ്ട് വനത്തിലേക്ക് പോവുകയാണ് എല്ലാ ദിവസവും. ഒരു ദിവസം പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അമ്മയെ കാണാനുള്ള ചിന്ത വന്നു. അങ്ങനെ ചിന്ത വന്നപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് ദിവസമാണ്, ഏത് സമയത്താണ് നിനക്ക് ആ ചിന്തയുണ്ടായത്? അപ്പോൾ അവൻ ആ ദിവസവും ആ മണിക്കൂറും എന്നോട് പറഞ്ഞു. ആ ദിവസവും മണിക്കൂറും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയമാണ്. ആ ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്താണ് അവൻ ആ ചിന്ത വന്നത്. ഇതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് കിട്ടുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കൊടുക്കുമെന്ന് തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു അനുഭവമാണ് അട്ടപ്പാടിയിലെ ഈ ഒരു കൊച്ചു സംഭവം. ഇത് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട്, വളർത്തിയെടുക്കുവാനായിട്ടുള്ള അവസരമായി എനിക്ക് മാറുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഞാൻ ഞങ്ങളുടെ സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന സമയത്തുണ്ടായ ഒരു സംഭവം ഓർമ്മയിൽ വരികയാണ്. ഫിലോസഫി പഠിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഓരോന്ന് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകും. പല വിഷയങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നെല്ലാമുള്ള സംശയങ്ങൾ വരും. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുക സ്വാഭാവികമാണ്. ഒരു വിദ്യാർത്ഥി ഒരിക്കൽ തൻ്റെ വിഷമങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ പക്കൽ വന്നു. ഇതെല്ലാം പഠിച്ച് ഈ കൺഫ്യൂഷനായ സ്ഥിതിക്ക് ഈ മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി. അങ്ങനെയുള്ളവരെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഉടനെ പൊയ്ക്കോ എന്ന് പറയുകയല്ല, കുറച്ച് നേരം പോയി നിന്ന് പ്രാർത്ഥിക്കും, അന്നേരം ദൈവം നിനക്ക് അതിൻ്റെ വഴി കാണിച്ചു തരും എന്ന് പറയുകയാണ്. അങ്ങനെ ആ വിദ്യാർത്ഥിയെ ഞാൻ ദേവാലയത്തിലേക്ക് വിട്ടു. ഏകാന്തമായൊരു സമയത്താണ് പോയിരുന്നത്. മറ്റാരും പള്ളിയിലില്ല. വിശുദ്ധ കുർബാന സക്രാരിക്കകത്തുണ്ട്. ആ സക്രാരിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. കുറച്ചു നേരം ഏകാന്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഈ ഒരു വചനം കടന്നു വന്നു. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. അതോടെ അവൻ ഉണർവായി തിരിച്ചെൻ്റെ അടുക്കൽ വന്നു. എനിക്ക് ഉത്തരം കിട്ടി. ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നിലിപ്പോൾ നടക്കുന്നതെല്ലാം എന്നെന്നോട് പറഞ്ഞു. അതനുസരിച്ച് ആ വിദ്യാർത്ഥി മുന്നോട്ട് തന്നെ പോയി പഠനത്തിൽ മിടുക്കനായി, ഒത്തിരി ഡിഗ്രികൾ സമ്പാദിച്ചു, നന്നായി പഠിപ്പിക്കാറായി. ആ വിദ്യാർത്ഥിയാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞങ്ങളുടെ മേജർ സുപ്പീരിയറായി. ആ സുപ്പീരിയറിൻ്റെ കീഴിൽ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹം മേജർ സുപ്പീരിയർ ആയപ്പോഴും ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്ത് വരികയും ഷെയർ ചെയ്യുകയും ചെയ്തു. എനിക്കും അതൊരാശ്വാസമാകുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ അറിവുകൾ എനിക്ക് കിട്ടുകയും പ്രാർത്ഥനയിലൂടെ പരസ്പരം ബന്ധപ്പെടാൻ അതൊരവസരമാകുകയും ചെയ്തു. ഇത് അന്ന് സംഭവിച്ച ഒരനുഭവമാണ്. കർത്താവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇപ്പോഴും ഞാൻ ആത്മീയ ഗുരുവായിട്ട് സെമിനാരിൽ ജോലി ചെയ്യുകയാണ്. വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നതാണ്. റോമിൽ നിന്ന് ഒരു കമ്മീഷൻ വെച്ചിരുന്നു. ഇന്ത്യയിലെ എല്ലാ സെമിനാരികളിലുള്ള എല്ലാം പരിശോധിക്കുന്നതിനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ സെമിനാരിയിലും ആ കമ്മീഷൻ വന്നു.
വളരെ സ്ട്രിക്റ്റായ ഒരു അന്വേഷണമാണ് അവർ നടത്തിയത്. അച്ഛന്മാരെ തനിച്ച് കണ്ടു, അച്ഛന്മാരെ ഒരുമിച്ച് കണ്ടു, സ്റ്റുഡൻസിനെ ഓരോ ബാച്ചിനെയും വേറെ വേറെ കണ്ടു, ഒന്നിച്ച് കണ്ടു. അതിനുശേഷം പണിക്കാരെ പോലും കണ്ട് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു. അതിനുശേഷം അവസാനം സ്റ്റാഫിനെ ഒന്നിച്ച് കൂട്ടി സംസാരിക്കുകയാണ് ഫൈനൽ കാര്യങ്ങളെല്ലാം പറയുന്നതിനായിട്ട്. ആ അവസരത്തിൽ അവിടെ ഞാൻ മാത്രമേ ഡിഗ്രി ഇല്ലാത്ത ആളുള്ളൂ. ഉടനെ ഡിഗ്രി ഇല്ലാത്ത ഒരാൾ മേജർ സെമിനാരിയിൽ സ്റ്റാഫായിരിക്കുക ഉചിതമാണോ? അപ്പോൾ അതെനിക്കൊരു വിഷമമായി. ഞാനത് വിഷമമായതുകൊണ്ട് ഞാൻ ചാപ്പലിൽ പോയി ഈശോയുടെ പങ്കൽ ഇരുന്നു. അപ്പോൾ അതൊരാശ്വാസമായി. ആ ഏകാന്തതയിൽ അവിടുത്തെ ആശ്വാസവും സമാധാനവും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന അധികാരികൾ എന്നെ വീണ്ടും ആത്മീയ പിതാവായി തുടരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അന്ന് കമ്മീഷൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഡിഗ്രി ഇല്ലാത്ത ആൾ മേജർ സെമിനാരിൽ സ്റ്റാഫായിരിക്കുക അതൊരു ഭംഗിയല്ല, അത് ചേർന്നതല്ല എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അന്നത്തെ ആ അധികാരി, രണ്ടധികാരികൾ, 2 തവണ വന്ന അധികാരികൾ എന്നോട് ഒരേ കാര്യം പറഞ്ഞു, ഡിഗ്രിയിലല്ല കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ആത്മീയമായ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അത് അച്ഛൻ ചെയ്യുന്നുണ്ട്, അത് ചെയ്താൽ മതി. അതെനിക്ക് വലിയ ആശ്വാസമാവുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതം 50 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ 50 വർഷവും കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ, കർത്താവിൻ്റെ അൾത്താരിൽ ചെലവഴിക്കാൻ ഉള്ള വലിയ ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. ഞാൻ അന്ന് മുതൽ 2 മണിക്കൂർ എല്ലാ ദിവസവും ഈശോയുടെ സന്നിധിയിൽ ചെലവഴിച്ചതിൻ്റെ ആ ഭാഗ്യമാണ് ഈ വലിയ ഭാഗ്യം എനിക്ക് എത്തിച്ചത്, ഈ സൗഭാഗ്യം എനിക്ക് കിട്ടിയത്. ഈ സൗഭാഗ്യം തുടർന്നു പോകാനും അതുപോലെ കുദാശകൾ പരികർമ്മം ചെയ്യുവാനും ഈശോ എപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്തുവോ അതുപോലെ അവിടുത്തെ പ്രതിനിധിയായി ഇന്നും മറ്റുള്ളവർക്ക് നന്മയായി തീരാൻ വേണ്ടി കുദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ അവരെ സഹായിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിക്കുവാനായി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ത്യാഗപരമായ ഉപവാസവും ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ പ്രാർത്ഥന എന്നെ ശക്തിപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.